നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഹോർമൂസ് കടലിടുക്കിൽ നിയന്ത്രണം തുടരുമെന്ന ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി. ആക്രമിച്ചത് അയൽ രാജ്യങ്ങളിലെ ശത്രു ക്യാമ്പുകൾ. മറ്റു രാജ്യങ്ങളിലെ പരമാധികാരത്തിൽ കടന്നുകയറിയിട്ടില്ല എന്നും വിശദീകരണം. ഹോർമൂസ് കടലിടുക്കിൽ ഓയിൽ ടാങ്കറുകൾക്ക് നേരെ ഇന്നും ഇറാന്റെ ആക്രമണം. എണ്ണവില വീണ്ടും $100. 2 ഇന്ത്യൻ കപ്പലുകൾക്ക് ഇറാൻ ഇളവ് നൽകിയെന്ന വാർത്ത സ്ഥിരീകരിക്കാതെയും തള്ളാതെയും വിദേശകാര്യ മന്ത്രാലയം. ക്രൂഡ് ഓയിലുമായി ലൈബീരിയൻ കപ്പൽ മുംബൈ തുറമുഖത്തെത്തി. GCC രാജ്യങ്ങളുടെ മേൽ ഇന്നും ഇറാന്റെ ആക്രമണ ശ്രമം. ഇറാഖിൽ US ഉടമസ്ഥതയിലുള്ള ഓയിൽ ടാങ്കർ സേഫ് സി വിഷ്ണുവിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ദുബായിലും കുവൈറ്റിലും ബഹ്റൈനിലും ആക്രമണ ശ്രമങ്ങൾ. ചെറിയ പെരുന്നാൾ ദിവസങ്ങളിലെ ഒത്തുചേരലുകൾക്കും ആഘോഷങ്ങൾക്കും വിലക്കേർപ്പെടുത്തി കുവൈറ്റ്. സംസ്ഥാനത്ത് പാചകവാതക പ്രതിസന്ധി തുടരുന്നു. പലയിടത്തും ഹോട്ടലുകൾ അടച്ചു. സിലിണ്ടർ പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും വ്യാപകമെന്ന് വ്യാപാരികൾ. സ്കൂളുകളിൽ വിറകടുപ്പ് ഉപയോഗിക്കാൻ നിർദ്ദേശം. LPG വിതരണക്കാരുടെ യോഗം വിളിച്ച് മുഖ്യമന്ത്രി. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് LPG എത്തിക്കാൻ ശ്രമമെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി. ഞാൻ സ്വതന്ത്രനായി ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു. ആ കാര്യം അറിയിക്കാം. അങ്ങനെ പറയുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഒന്നും പറയില്ല. ഒരാളെയും വ്യക്തിഗത ചെയ്യില്ല. എന്നെ വ്യക്തിഗത ചെയ്താൽ അവരെ ജനങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിക്കോളും. സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അമ്പലപ്പുഴയിൽ മത്സരിക്കുമെന്ന് G. സുധാകരൻ. ആരുടെയും പിന്തുണ തേടില്ല. CPM-നെതിരെ കടുത്ത വിമർശനം. പാർട്ടിയിൽ പൊളിറ്റിക്കൽ ക്രിമിനൽസ് കൂടുന്നുവെന്നും അമ്പലപ്പുഴയിൽ പാർട്ടി സ്വാധീനം കുറഞ്ഞുവെന്നും സുധാകരൻ. ദൗർഭാഗ്യകരമെന്ന് MA ബേബി. സുധാകരനെ തള്ളിപ്പറഞ്ഞ ആലപ്പുഴയിലെ നേതാക്കൾ. G. സുധാകരനെതിരെ അമ്പലപ്പുഴയിൽ വർഗവഞ്ചകൻ എന്ന് പോസ്റ്റർ. സുധാകരനെ UDF പിന്തുണച്ചേക്കും. സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതിയിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ പ്രാഥമിക അന്വേഷണത്തിന് നീക്കം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കള്ളപ്രചരണമെന്നും പോറ്റിയുടെ പരാതി വ്യാജമെന്നും കടകംപള്ളി. പത്മകുമാറിനോട് വിശദീകരണം തേടി CPM ജില്ലാ നേതൃത്വം. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് കത്തിൽ. വിശദീകരണം ലഭിച്ച ശേഷം നടപടിക്ക് സാധ്യത. രക്തസാക്ഷികളായവരുടെ രക്തത്തിന് പകരം വീട്ടുമെന്ന് മുജ്തബ ഖമനേയി. ഇറാൻ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷമുള്ള ആദ്യ സന്ദേശം പുറത്തു വന്നിരിക്കുകയാണ്. അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണം തുടരുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. ഹോർമൂസ് കടലിടുക്കിലും ഇറാഖിലെ ആഴക്കടൽ തുറമുഖമായ അൽഫോയ്ക്ക് സമീപവും ഓയിൽ ടാങ്കറുകൾക്ക് നേരെ ആക്രമണം തുടർന്ന ഇറാൻ. അതിനിടെ 1,35,000 മെട്രിക് ടൺ ക്രൂഡ് ഓയിലുമായി ആദ്യ കപ്പൽ മുംബൈ തുറമുഖത്തെത്തി. രക്തസാക്ഷികളായവരുടെ രക്തത്തിന് പകരം വീട്ടാൻ ഞങ്ങൾ മറക്കില്ല എന്ന മുന്നറിയിപ്പുമായി മുജ്തബ ഖമനയി. ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷനിലൂടെയാണ് സന്ദേശം പുറത്തുവിട്ടത്. അയത്തുള്ള ഖമനയുടെ നിഴലായി പതിറ്റാണ്ടുകൾ ഇറാന്റെ രാഷ്ട്രീയ സൈനിക നീക്കങ്ങൾക്ക് പിന്നിലെ ബുദ്ധികേന്ദ്രമായി പ്രവർത്തിച്ച മുജ്തബയുടെ ഈ വാക്കുകൾ ഒരു വെല്ലുവിളി കൂടിയാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരവേ ഇറാൻ കടുത്ത നിലപാടിലേക്ക് നീങ്ങുന്നു എന്ന സൂചന കൂടിയാണ് ഇത്. ഇറാന്റെ ശത്രുക്കളെ സമ്മർദ്ദത്തിലാക്കാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുന്നത് തുടരുമെന്ന നിലപാടും വ്യക്തമാക്കി. അയൽ രാജ്യങ്ങളുമായുള്ള സൗഹൃദം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ തുടരുമെന്ന കർശന മുന്നറിയിപ്പും അദ്ദേഹം നൽകി. ഗൾഫിലെ US താവളങ്ങൾ അടച്ചുപൂട്ടും വരെ ആക്രമണം തുടരും. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരവേ ഹോർമൂസ് കടലിടുക്കും ഇറാഖിലെ ആഴക്കടൽ തുറമുഖമായ അൽഫോയ്ക്ക് സമീപവും ഓയിൽ ടാങ്കറുകൾക്ക് നേരെ ഇറാൻ സേന ആക്രമണം നടത്തി. സ്ഫോടക വസ്തുക്കൾ നിറച്ച ബോട്ടുകൾ ഉപയോഗിച്ചാണ് അൽഫോക് തുറമുഖത്തിന് സമീപം 2 എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്നത്. US ഉടമസ്ഥതയിലുള്ള കപ്പലുകൾക്ക് ആക്രമണത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായി. ഒരു കപ്പൽ ജീവനക്കാരൻ മരിച്ചതായും 38ഓളം പേരെ രക്ഷപ്പെടുത്തിയതായും ഇറാൻ ന്യൂസ് ഏജൻസി സ്ഥിരീകരിച്ചു. UAEക്ക് സമീപമാണ് മറ്റൊരു എണ്ണക്കപ്പൽ ആക്രമിക്കപ്പെട്ടത്. മേഖലയിൽ 3 ചരക്ക് കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതോടെ എണ്ണവില വീണ്ടും ബാരലിന് $100 മുകളിലേക്ക് ഉയർന്നു. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ 2 ഇന്ത്യൻ കപ്പലുകൾക്ക് കടന്നുപോകാൻ ഇറാൻ അനുമതി നൽകിയെന്ന വാർത്ത സ്ഥിരീകരിക്കാതെയും തള്ളാതെയും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യ നടത്തിയ ശക്തമായ നയതന്ത്ര ഇടപെടലുകൾക്ക് പിന്നാലെയാണ് ഇളവ് നൽകാൻ ഇറാൻ തയ്യാറായത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ. അമേരിക്ക, യൂറോപ്പ്, ഇസ്രയേൽ കപ്പലുകൾക്ക് വിലക്ക് തുടരുകയാണ്. ഇറാൻ നാവിക കപ്പലിന് കൊച്ചിയിൽ സുരക്ഷയൊരുക്കിയതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെയും ഫലമായാണ് ഇന്ത്യയോട് ഈ സമീപനം സ്വീകരിക്കാൻ ഇറാൻ തയ്യാറായത് എന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, അമൃത TV.
ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയിയുടെ ആദ്യ സന്ദേശം പുറത്തുവന്ന ഇന്നും GCC രാജ്യങ്ങളുടെ മേലുള്ള ഇറാന്റെ ആക്രമണ ശ്രമം തുടർന്നു. ഇറാഖിൽ US ഉടമസ്ഥതയിലുള്ള ഓയിൽ ടാങ്കർ സേഫ് സി വിഷ്ണുവിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടുവെന്ന് ബാഗ്ദാദിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ദുബായിലും കുവൈറ്റിലും ബഹ്റൈനിലും ആക്രമണ ശ്രമങ്ങളുണ്ടായി. ചെറിയ പെരുന്നാൾ ദിവസങ്ങളിലെ ഒത്തുചേരലുകൾക്കും ആഘോഷങ്ങൾക്കും കുവൈറ്റ് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ദുബായ് ക്രീക്ക് ഹാർബറിലെ താമസ കേന്ദ്രത്തിന് നേരെ ഇന്ന് പുലർച്ചെ ആക്രമണ ശ്രമം ഉണ്ടായി. ദുബായ് ക്രീക്കിലെ ആഡംബര താമസ കേന്ദ്രങ്ങളിലൊന്നായ അഡ്ഡസ് ക്രീക്ക് ഹാർബർ ടവർ 2 നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ചതിനെ തുടർന്നുണ്ടായ തീപിടുത്തം അണയ്ക്കാനായി എന്ന് ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചു. ദുബായിൽ ഷെയ്ഖ് സായിദ് റോഡിലെ ഒരു കെട്ടിടത്തിന് മേലും ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ചു. ഇറാഖിൽ US ഉടമസ്ഥതയിലുള്ള ഓയിൽ ടാങ്കർ സേഫ് സി വിഷ്ണുവിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടുവെന്ന് ബാഗ്ദാദിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. 15 ഇന്ത്യൻ ജീവനക്കാരെ രക്ഷപ്പെടുത്താനായി എന്നും എംബസി വ്യക്തമാക്കി. കുവൈറ്റിൽ രാവിലെ താമസ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണ ശ്രമത്തിൽ 2 പേർക്ക് പരിക്കേറ്റതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. മറ്റ് നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാജ്യത്തുടനീളമുള്ള 6 ഓവർഹെഡ് പവർ ട്രാൻസ്മിഷൻ ലൈനുകൾ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തകരാറിലായി എന്ന് കുവൈറ്റ് വൈദ്യുതി ജല അതോറിറ്റി അറിയിച്ചു. ഇതേ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വൈദ്യുതി തടസ്സമുണ്ടായി. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയും ആക്രമണ ശ്രമം ഉണ്ടായി. ചെറിയ പെരുന്നാൾ അവധി ദിവസങ്ങളിലെ ഒത്തുചേരലുകൾക്കും ആഘോഷങ്ങൾക്കും കുവൈറ്റ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബഹ്റൈൻ വിമാനത്താവളത്തിന് സമീപത്തെ ഇന്ധന സംഭരണിക്ക് ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടിച്ചു. 2026 ഫെബ്രുവരി 28 വരെയുള്ള സന്ദർശക വിസകൾ 1 മാസത്തേക്ക് കൂടി നീട്ടി നൽകുമെന്ന് ബഹ്റൈൻ പാസ്പോർട്ട് താമസകാര്യ മന്ത്രാലയം അറിയിച്ചു. സിറ്റി ബാങ്കിന്റെ UAE ചില ബ്രാഞ്ചുകൾ മാർച്ച് 14 വരെ തുറന്നു പ്രവർത്തിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു. അഭ്യൂഹങ്ങളും തെറ്റായ വാർത്തകളും പ്രചരിക്കുന്നതിനെ കരുതിയിരിക്കണമെന്ന് UAE നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പൊതുജനങ്ങൾക്ക് വീണ്ടും നിർദ്ദേശം നൽകി. അമൃത ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. സൗദിയിലെ എണ്ണപ്പാടത്തിന് നേരെ വീണ്ടും ഡ്രോൺ ആക്രമണം. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളിലൊന്നായ ഷൈബ എണ്ണപ്പാടം ലക്ഷ്യമിട്ടെത്തിയ 9 ഡ്രോണുകൾ സൗദി പ്രതിരോധ സേന തകർത്തു. ഇതിനു പുറമെ ഖർജ് പട്ടണത്തിന് സമീപമുള്ള അമീർ സുൽത്താൻ എയർബേസ് ലക്ഷ്യമാക്കി തൊടുത്തുവിട്ട 6 ബാലിസ്റ്റിക് മിസൈലുകളെയും പ്രതിരോധ സംവിധാനം വിജയകരമായി തടഞ്ഞു. കിഴക്കൻ പ്രവിശ്യയെ ലക്ഷ്യം വെച്ചെത്തിയ 8 ഡ്രോണുകളും ഒരു ബാലിസ്റ്റിക് മിസൈലും അൽ ഖർജ് മേഖലയിലെത്തിയ 5 ഡ്രോണുകളും ഹഫർ അൽ ബാത്തിനിൽ എത്തിയ 2 ഡ്രോണുകളും നശിപ്പിച്ചവയിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സൗദിയിലെ റുബ് അൽ ഖാലി, കിഴക്കൻ അൽ ജഫ്, അൽ ഖർജ് എന്നിവിടങ്ങളിലായി 15 ആക്രമണ ശ്രമങ്ങളെ സൗദി പരാജയപ്പെടുത്തി. സൗദിയിൽ ഹായിൽ മേഖലയിലെ യുദ്ധ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും വാർത്തകളും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിന് ഇന്ത്യക്കാരനെ അറസ്റ്റ് ചെയ്തു. വാട്സാപ്പ് സ്റ്റാറ്റസ് വഴി യുദ്ധവുമായി ബന്ധപ്പെട്ട പോസ്റ്റ് പങ്കുവച്ചതിന് ഉത്തരേന്ത്യൻ സ്വദേശിയായ ഇയാൾ നിലവിൽ ജയിലിലാണ്. ഗൾഫ് മേഖലയിലെ യുദ്ധവിവരങ്ങൾ ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നല്ലാതെ പ്രചരിപ്പിക്കരുത് എന്ന് സൗദി അധികൃതർ നേരത്തെ തന്നെ കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഇത് ലംഘിക്കുന്നവരെ കണ്ടെത്താൻ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ഉപാധികളുമായി ഇറാനിൽ ആക്രമണം നടത്തരുത് എന്നും നാശനഷ്ടങ്ങൾക്ക് പരിഹാരം വേണമെന്നും ആവശ്യം. അതേസമയം ഗൾഫ് രാജ്യങ്ങളിലെ ഇറാന്റെ ആക്രമണങ്ങൾക്കെതിരായ പ്രമേയം അംഗീകരിച്ച് UN രക്ഷാസമിതി. പ്രമേയത്തെ അനുകൂലിച്ച് 13 രാജ്യങ്ങൾ അംഗീകരിച്ചപ്പോൾ റഷ്യയും ചൈനയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. പ്രമേയം പക്ഷപാതപരമെന്ന് ഇറാൻ വാദിച്ചു. 135 രാജ്യങ്ങളുടെ പിന്തുണയോടെ ബഹ്റൈനാണ് സുരക്ഷാ സമിതിയിൽ പ്രമേയം അവതരിപ്പിച്ചത്. ഇറാന്റെ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇത് ലോക സമാധാനത്തിന് ഭീഷണിയാണെന്നും ബഹ്റൈൻ വാദിച്ചു. ഏറെ നേരത്തെ ചർച്ചകൾക്കൊടുവിലാണ് പ്രമേയം പാസാക്കിയത്. ഇറാന്റെ ആക്രമണങ്ങളെ അപലപിച്ച കൗൺസിൽ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നത് ലോകത്ത് തന്നെ പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്നും അഭിപ്രായപ്പെട്ടു. എന്നാൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സൈനിക നടപടികളെ പരാമർശിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ്. പ്രമേയം പക്ഷപാതപരവും രാഷ്ട്രീയ പ്രേരിതവുമെന്ന് ഇറാൻ പ്രതിനിധി പ്രമേയത്തെ എതിർത്തുകൊണ്ട് വാദിച്ചു. അതേസമയം ഉപാധികൾ അംഗീകരിച്ചാൽ സമാധാനത്തിന് തയ്യാറെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രതികരിച്ചു. രാജ്യത്തിന്റെ അവകാശങ്ങൾ അംഗീകരിക്കുക, ഇനി ആക്രമിക്കില്ല എന്ന് ഉറപ്പു നൽകുക, നാശനഷ്ടങ്ങൾക്ക് പരിഹാരം, സുരക്ഷാ ഗ്യാരണ്ടി എന്നിവയാണ് ഇറാന്റെ ആവശ്യങ്ങൾ. ഈ ഉപാധികൾ US-ഉം ഇസ്രായേലും അംഗീകരിച്ചാൽ മാത്രമേ യുദ്ധം അവസാനിക്കുകയുള്ളൂ എന്ന് ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു. റഷ്യയിലെയും പാകിസ്ഥാനിലെയും ഭരണകൂടങ്ങളുമായി താൻ സംസാരിച്ചുവെന്നും പ്രദേശത്തെ സമാധാനം പുലരണമെന്നാണ് തന്റെയും നിലപാടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒമാൻ ഭരണകൂടത്തിന്റെ നിർണായക ഇടപെടലിന് പിന്നാലെയാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് സമാധാന നീക്കങ്ങൾ ഉണ്ടാകുന്നത്. അതേസമയം ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണങ്ങൾ തുടരുകയാണ്. ഒമാനിലെ സലാല തുറമുഖത്ത് ഇറാൻ നടത്തിയ ആക്രമണത്തിലുണ്ടായ തീപിടുത്തത്തിൽ ആശങ്കയിലാണ് അധികൃതർ. തീപിടുത്തത്തെ തുടർന്നുള്ള വായു മലിനീകരണ തോത് വർദ്ധിക്കുകയാണ്. മുൻകരുതലെന്നോണം ജനങ്ങളോട് മാസ്ക് ധരിക്കാനും വാതിലുകളും
ജനലുകളും എപ്പോഴും അടച്ചിടണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിന് നേരെ ഇന്നലെ രാത്രിയും ആക്രമണമുണ്ടായി. കുവൈറ്റിലെ ഇന്ധന ടാങ്കിൽ വീണ ഡ്രോൺ കുവൈറ്റ് നാഷണൽ ഗാർഡ് നിർവീര്യമാക്കി. സൗദിയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസും അൽഷൈബ എണ്ണപ്പാടവും നിരന്തരം ആക്രമിക്കാനുള്ള ശ്രമങ്ങളും നടക്കുകയാണ്. ന്യൂസ് ഡെസ്ക് അമൃത TV. രാജ്യത്ത് പാചകവാതക സിലിണ്ടറുകളുടെ ലഭ്യത കുറഞ്ഞതോടെ ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖല കടുത്ത പ്രതിസന്ധി. സംസ്ഥാനത്ത് പല റെസ്റ്റോറന്റുകളും ഹോട്ടലുകളും ഇതിനോടകം പൂട്ടി. അവശേഷിക്കുന്നവയും പൂട്ടൽ ഭീഷണിയിലാണ്. ഇതോടെ ഹോട്ടൽ തൊഴിലാളികൾക്കും തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് അതിരൂക്ഷമായ പാചകവാതക പ്രതിസന്ധിയാണ് നേരിടുന്നത്. സംസ്ഥാനത്തെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളിൽ പലതും ഇതിനോടകം അടച്ചുപൂട്ടി. ബാക്കിയുള്ള ഹോട്ടലുകളിൽ ഇനി 1-2 ദിവസത്തേക്ക് കൂടിയുള്ള പാചകവാതകമേ അവശേഷിക്കുന്നുള്ളൂ. അടച്ചുപൂട്ടുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. ഇപ്പം ഗ്യാസ് കിട്ടൊക്കെ ഇല്ല. ഇനി നാളെ കടയടയ്ക്കണം. കടയടയ്ക്കാൻ വേണ്ടി ഗ്യാസ് വന്നാലേ തുറക്കാൻ പറ്റും. 10 സിലിണ്ടർ ഗ്യാസ് വരെ കിട്ടിക്കൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ 2 സിലിണ്ടർ കിട്ടുന്നുള്ളൂ. 1-2 കിട്ടുന്നുള്ളൂ. ഇവിടെ വിറവ് കത്തിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. എങ്കിൽ കൂടെയും ട്രസ്റ്റിന് നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്ത് അനുവദിച്ചാൽ മാത്രം. എന്നാലും ബുദ്ധിമുട്ടാണ്. ഇന്നും നാളെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ളതുണ്ട്. എന്നാലും അത് കരുതലായിട്ടാണ്. ഇപ്പോൾ ഇന്ന് തന്നെ മീൽസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. കാരണം ഒരുപാട് ഗ്യാസ് ആവുന്നതാണ് മീൽസ് വയ്ക്കാൻ. അപ്പോൾ അതുകൊണ്ട് അത് തൽക്കാലം അത് ചെയ്തില്ല. അല്ലാതെ ചായയും അങ്ങനെയുള്ള കാര്യത്തിലേക്കാണ്. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നാളെയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായ പ്രതിസന്ധിയിലേക്കാവും. ഒരു 10-20 തൊഴിലാളി ഞങ്ങളിവിടെ ഉണ്ട്. ഞങ്ങൾക്കെല്ലാം ഒരു ബുദ്ധിമുട്ടായി മാറും. താൽക്കാലികമായി പല ഹോട്ടലുകളും വിറകടുപ്പിനെ ആശ്രയിക്കുന്ന സ്ഥിതിയാണ്. അടച്ചുപൂട്ടലിലേക്ക് കടന്നാൽ തൊഴിലാളികളുടെ കാര്യവും പ്രതിസന്ധിയിലാകും. നല്ല പ്രതിസന്ധിയാണ്. കാരണം ഇപ്പം നമുക്ക് ഗ്യാസ് കിട്ടാറില്ല. ഇപ്പം ഇന്ന് ഇതുവരെ ആയിട്ട് ഗ്യാസ് കിട്ടിയിട്ടില്ല. ഭയങ്കര ഇപ്പം കുറച്ച് വിറകൊക്കെ വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ നമ്മൾ മെനുവൊക്കെ ഷോർട്ട് ചെയ്ത് വളരെ കുറച്ച് ഐറ്റംസ് വെച്ചാണ് നല്ലോണം ബുദ്ധിമുട്ടാണ്. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വിതരണം തടസ്സപ്പെടില്ലെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുമ്പോഴും വാണിജ്യ മേഖലയിൽ അനിശ്ചിതത്വം തുടരുകയാണ്. പാചകവാതക പ്രതിസന്ധി സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യമൊട്ടാകെ തന്നെ രൂക്ഷമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പല ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഇതിനോടകം തന്നെ അടച്ചുപൂട്ടിക്കഴിഞ്ഞു. അവശേഷിക്കുന്നവയും അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ്. ഇതിന് എന്താണ് പരിഹാരമാർഗമെന്നറിയാതെ നെട്ടോട്ടമോടുകയാണവർ. ക്യാമറാമാൻ സുരേഷിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. LPG ക്ഷാമം നേരിടാൻ നടപടിയുമായി സംസ്ഥാന സർക്കാർ. ആശുപത്രി, സ്കൂളുകൾ എന്നിവയ്ക്ക് പ്രഥമ പരിഗണന നൽകും. ഉപയോഗം നിരീക്ഷിക്കാൻ മോണിറ്ററിംഗ് കമ്മിറ്റിയെ നിയോഗിക്കും. പാചകവാതക പ്രതിസന്ധി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക യോഗത്തിലാണ് തീരുമാനം. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ബദൽ മാർഗങ്ങളിലൂടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി എത്തിക്കുന്നുണ്ട് എന്നും പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. പരിഭ്രാന്തിയുടെ ആവശ്യമില്ലെന്നും കേന്ദ്രമന്ത്രി ലോക്സഭയിൽ വ്യക്തമാക്കി. അതേസമയം പശ്ചിമേഷ്യൻ യുദ്ധം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ ബാധിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞു. ഊർജ്ജ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം പ്രതിഷേധം നടത്തി. രാജ്യത്ത് ഇന്ധന പ്രതിസന്ധിയില്ലെന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ലോക്സഭയിൽ നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷം അന്താരാഷ്ട്ര തലത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കി. എന്നാൽ ഇന്ത്യ ബദൽ മാർഗങ്ങളിലൂടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി എത്തിക്കുന്നുണ്ട്. പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, വിമാന ഇന്ധനം എന്നിവയ്ക്ക് നിലവിൽ ക്ഷാമമില്ലെന്നും LPG ഉൽപ്പാദനം കഴിഞ്ഞ 5 ദിവസത്തിനിടെ 28% വർദ്ധിപ്പിച്ചതായും അദ്ദേഹം അറിയിച്ചു. അനാവശ്യ പരിഭ്രാന്തി വേണ്ടെന്നും പെട്രോളിയം മന്ത്രി ലോക്സഭയിൽ വ്യക്തമാക്കി. Diesel, kerosene, ATF or fuel oil. The availability of petrol, diesel, aviation, turbine fuel, kerosene and fuel oil is fully assured. Retail outlets across the country are stocked and supply chains for these products are functioning normally. പശ്ചിമേഷ്യയിലെ യുദ്ധം ഊർജ്ജ സുരക്ഷയെ ഗുരുതരമായി ബാധിക്കുമെന്നായിരുന്നു ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. LPG വിതരണത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ വലിയ പരിഭ്രാന്തിയുണ്ട്. പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ജെഫ്രി എപ്സ്റ്റീന്റെ സുഹൃത്താണെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്നും രാഹുൽ പറഞ്ഞു. രാഹുലിന്റെ പരാമർശം സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്തർക്കത്തിന് കാരണമായി. നോട്ടീസ് നൽകിയ വിഷയത്തിൽ മാത്രം സംസാരിക്കാൻ സ്പീക്കർ ഓം ബിർള രാഹുലിനോട് നിർദ്ദേശിച്ചു. ആരൊക്കെ എതിർത്താലും ലോക്സഭ നിയമങ്ങൾക്കനുസൃതമായി തന്നെ പ്രവർത്തിക്കുമെന്ന് അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ട ശേഷം ആദ്യമായി ലോക്സഭയിലെത്തിയ സ്പീക്കർ ഓം ബിർള വ്യക്തമാക്കിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഷാർജ റമദാൻ നൈറ്റ്സിന്റെ 43ാമത് പതിപ്പിന് തുടക്കമായി. വിനോദ വിജ്ഞാന പരിപാടികൾക്കൊപ്പം ഷോപ്പിംഗ് രംഗത്തെ ഏറ്റവും മികച്ച അനുഭവം കൂടി സമ്മാനിക്കുന്ന തരത്തിലാണ് റമദാൻ നൈറ്റ്സ് 2026 സംഘടിപ്പിച്ചിരിക്കുന്നത്.
ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ പിന്തുണയോടെ ഷാർജ എക്സ്പോ സെന്ററാണ് റമദാൻ നൈറ്റ്സ് സംഘടിപ്പിക്കുന്നത്. ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കുന്ന റമദാൻ നൈറ്റ്സ് വിനോദ വിജ്ഞാന പരിപാടികൾക്കൊപ്പം ഷോപ്പിംഗ് രംഗത്തെ മികച്ച അനുഭവം കൂടിയാണ് സമ്മാനിക്കുന്നതെന്ന് എക്സ്പോ സെന്റർ പ്രതിനിധി സുൽത്താൻ അൽബ പറഞ്ഞു. 10,000-ലധികം ഉൽപ്പന്നങ്ങൾ 75% വരെ വിലക്കുറവിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. പ്രമുഖ ബ്രാൻഡുകൾ വമ്പൻ ഓഫറുകളാണ് നൽകുന്നത്. എമിറേറ്റിലെ താമസക്കാർക്കും സന്ദർശകർക്കും വിവിധ വിനോദ പരിപാടികൾ, പ്രത്യേക ഓഫറുകൾ എന്നിവ നൽകാനാണ് 13 ദിവസത്തെ പ്രദർശനം ലക്ഷ്യമിടുന്നത് എന്ന് അധികൃതർ അറിയിച്ചു. Ramadan Nights, it's a consumer show based on offers, and we have more than 200 exhibitors and 700 international brands. അറബ് പാരമ്പര്യം വ്യക്തമാക്കുന്ന ഹെറിറ്റേജ് വില്ലേജും ഒരുക്കിയിട്ടുണ്ട്. വൈകുന്നേരം 5 മുതൽ പുലർച്ചെ 1 വരെയും ഈദുൽ ഫിത്തർ സമയത്ത് 3 മുതൽ 12 വരെയുമാണ് പ്രദർശനം. അമൃത ന്യൂസ്, ഷാർജ. OICC മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഖാലിദ് ബിൻ വലീദ് ഡോൾഫിൻ പാർക്കിൽ സംഘടിപ്പിച്ച മെഗാ ഇഫ്താർ 2026 ശ്രദ്ധേയമായി. 2000-ഓളം ആളുകൾ പങ്കെടുത്ത പരിപാടി ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ജില്ലയിലെ വിവിധ മേഖലകളിലുള്ളവർ സന്നിഹിതരായി. വിവിധ തുറകളിൽപ്പെട്ടവർ പങ്കെടുത്ത ഇഫ്താർ സംഗമം മാനവൈക്യത്തിന്റെയും മതേതരത്വത്തിന്റെയും സന്ദേശം വിളിച്ചോതുന്നതായി. OICC മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഇൻചാർജ് അസീസ് ലാക്കലിന്റെ അധ്യക്ഷതയിലായിരുന്നു പരിപാടി. ഇഫ്താർ സ്വാഗത സംഘം ചെയർമാൻ EP മുഹമ്മദ് അലി, ജനറൽ കൺവീനർ UM ഹുസൈൻ മലപ്പുറം എന്നിവരുടെ നേതൃത്വത്തിലാണ് മെഗാ ഇഫ്താറിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയത്. ജി സുധാകരൻ ഇനി CPM-നൊപ്പമില്ല. പാർട്ടി വിട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കും. അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുമെന്ന് സുധാകരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതേസമയം മറ്റു മുന്നണികളുമായി സഹകരിക്കില്ലെന്നും ജി സുധാകരൻ വ്യക്തമാക്കി. ഒരാഴ്ച നീണ്ടുനിന്ന മൗനം വെടിഞ്ഞ് വെള്ളപ്പേപ്പറിൽ എഴുതി തയ്യാറാക്കിയ കുറിപ്പുമായാണ് ജി സുധാകരൻ മാധ്യമങ്ങളെ കണ്ടത്. പുന്നപ്രയിലെ വസതിയിൽ നടന്ന വാർത്താസമ്മേളനം മണിക്കൂറുകൾ നീണ്ടു. 63 വർഷം നീണ്ടുനിന്ന രാഷ്ട്രീയ ജീവിതത്തിന്റെ ഏടുകൾ വിശദീകരിച്ചായിരുന്നു തുടക്കം. പാർട്ടിക്കുള്ളിലെ പൊളിറ്റിക്കൽ ക്രിമിനൽസിനെതിരെ തുറന്നടിച്ച അദ്ദേഹം പാർട്ടി വിട്ടുവെങ്കിലും പാർട്ടിയുടെ ആദർശങ്ങളും ആശയങ്ങളും തള്ളിപ്പറയാൻ തയ്യാറായില്ല. തിരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെങ്കിലും ആരുടെയും പിന്തുണ തേടില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായോ UDF-മായോ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നും സുധാകരൻ പറഞ്ഞു. ഈ അവമാനം, ഈ പാർട്ടിക്ക് യോജിക്കാത്ത പെരുമാറ്റം, പാർട്ടിയെപ്പറ്റി അറിയാത്തവർ പാർട്ടി വക്താക്കളായി വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നത്, ബ്രാഞ്ചിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതി, ആ സ്ഥിതിയിൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവായി. 2-3 ആഴ്ചയായി പുതുക്കിയില്ല. പാർട്ടി മെമ്പറല്ല, അത്രയേ ഉള്ളൂ. ഞാൻ സ്വതന്ത്രനായി ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു. ആ കാര്യം അറിയിക്കുക. അങ്ങനെ പറയുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഒന്നും പറയില്ല. ഒരാളെയും വ്യക്തിഹത്യ ചെയ്യില്ല. എന്നെ വ്യക്തിഹത്യ ചെയ്താൽ അവരെ ജനങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിക്കൊള്ളും. ഞാനിപ്പോൾ ആരുടെയും പിന്തുണയ്ക്ക് പോയിട്ടില്ല. ഒരാളുടെയും പിന്തുണ, ഒരാളുടെയും സ്ഥാനാർത്ഥികളെ സ്വതന്ത്രമാണ്. പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെയല്ല താൻ മത്സരിക്കുന്നത് എന്ന് പറഞ്ഞ സുധാകരൻ CPM നേതാക്കളാരും തന്നെ അനുനയിപ്പിക്കാനോ പ്രത്യേക ദൗത്യവുമായോ സമീപിച്ചിട്ടില്ല എന്നും കൂട്ടിച്ചേർത്തു. സ്ഥാനാർത്ഥി പിന്തുണയുമായി ആരും വന്നിട്ടില്ല. പിന്തുണ സ്വീകരിക്കുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ല. അത് പിന്തുണയുടെ സ്വഭാവം പോലെ ഇരിക്കുമെന്നും സുധാകരൻ പറഞ്ഞു. ആരും നിർബന്ധിച്ചിട്ടല്ല പാർട്ടിയിൽ ചേർന്നത്. പാർട്ടിക്ക് വേണ്ടി ജീവിച്ചയാളാണ് താൻ. എന്നാൽ ഇപ്പോൾ പാർട്ടി അംഗത്വം ഒഴിയുകയും പാർട്ടി വിടുകയും ചെയ്തു. പാർട്ടിക്കുള്ളിൽ നിന്ന് പാർട്ടിയെ ചതിക്കുകയല്ല, പാർട്ടിയിൽ നിന്ന് മാറിക്കൊടുക്കുകയാണ്. താൻ കാരണം പാർട്ടിക്ക് ഇനി തലവേദനയില്ല എന്നും സുധാകരൻ പറഞ്ഞു. VS അച്യുതാനന്ദൻ കഴിഞ്ഞാൽ ജില്ലയിലെ തലമുതിർന്ന നേതാവായ സുധാകരൻ പാർട്ടിക്കെതിരെ അമ്പലപ്പുഴയിൽ ജനവിധി തേടുമ്പോൾ പോരാട്ടം കനക്കുമെന്നുറപ്പാണ്. സർക്കാരിനെ വിമർശിക്കാതെ പ്രചാരണം നടത്തുമെന്ന് സുധാകരൻ വ്യക്തമാക്കുമ്പോൾ അനുഭവസമ്പത്തിന്റെ പാഠവുമായി തിരഞ്ഞെടുപ്പിനിറങ്ങുന്ന സുധാകരനെ പ്രതിരോധിക്കാൻ CPM-ന് വിയർക്കേണ്ടി വരും. അമൃത ന്യൂസ്, ആലപ്പുഴ. ജി സുധാകരനിലൂടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF-ന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ വിസ്മയത്തെ ജാഗ്രതയോടെയാണ് കോൺഗ്രസ് കാണുന്നത്. സാഹചര്യം നിരീക്ഷിച്ച ശേഷം മാത്രം തീരുമാനമെങ്കിലും അമ്പലപ്പുഴ സീറ്റ് ഒഴിച്ചിട്ട് പരമതാനി വിരിച്ച് കാത്തിരിക്കുകയാണ് നേതാക്കൾ. പക്ഷേ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവിനോടുള്ള കരുതൽ മറച്ചുവെക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയുന്നുമില്ല. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇതിനപ്പുറം മറ്റൊരു വിസ്മയം UDF-നുണ്ടോ എന്ന ചോദ്യം പോലും പ്രസക്തമല്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ ഏറ്റവും വലിയ ഇന്ധനമായി സാക്ഷാൽ ജി സുധാകരൻ തന്നെ കളത്തിലിറങ്ങുകയാണ്. ഒരു പാർട്ടിയോടും സംസാരിച്ചിട്ടില്ല എന്ന് സുധാകരൻ പറയുന്നുണ്ടെങ്കിലും
കോൺഗ്രസ് നേതാക്കൾ ഇതിനോടകം പലവട്ടം ആശയവിനിമയം നടത്തിയിരുന്നു. പക്ഷേ ഉറപ്പായ മറുപടി ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന അത്ഭുതത്തിനായി അമ്പലപ്പുഴ സീറ്റ് പണ്ടേ ഒഴിച്ചിട്ടിരിക്കുകയാണ് നേതാക്കൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ പലരും എന്നെ പരിഹസിച്ചു. ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരും അവരുടെ കൂടെ നിൽക്കില്ല. നല്ല കമ്മ്യൂണിസ്റ്റുകാരുള്ള സംസ്ഥാനമാണ് കേരളം. നല്ല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുള്ള സ്ഥലമാണ്, നേതാക്കളുള്ള സ്ഥലമാണ് കേരളം. സംശയമൊന്നുമില്ല കാര്യത്തിൽ. പക്ഷെ അവരെല്ലാം പാർട്ടിയുമായി അകലെയാണ്. ഇടതുപക്ഷ സഹയാത്രികർ പൂർണ്ണമായി തന്നെ CPM-മായി അകന്നു കഴിഞ്ഞു. പാർട്ടിയിലെ നല്ല ആളുകൾ, നല്ല നേതാക്കൾ, നല്ല മെമ്പർമാർ അവരിൽ നിന്ന് പോവുകയാണ്. കാരണം അവരുടെ ഇന്നത്തെ സംസ്കാരം എന്ന് പറയുന്നത് തീവ്ര വലതുപക്ഷ സംസ്കാരമാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ സ്വതന്ത്രനായി നിൽക്കുന്നതിനുള്ള വാർത്ത ഇപ്പോൾ കേട്ടു. പക്ഷെ അത് ആ കാര്യത്തിൽ എന്ത് വേണമെന്നുള്ളത് പാർട്ടിയും UDF-ഉം ആലോചിച്ച് നിലപാട് സ്വീകരിക്കേണ്ട കാര്യമാണ്. അത് പാർട്ടി നേതൃത്വവും UDF നേതൃത്വവും കൂട്ടായി ചർച്ച ചെയ്ത് ആ കാര്യത്തിൽ തീരുമാനമെടുക്കും. അദ്ദേഹത്തെ പോലൊരു പൊതുപ്രവർത്തകൻ നിയമസഭയിൽ വരേണ്ടത് നല്ല കാര്യമാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. സ്വതന്ത്രനായി മത്സരിക്കുന്ന G. സുധാകരൻ തന്നെയാകും തിരഞ്ഞെടുപ്പിൽ CPM-നെതിരായ UDF-ന്റെ ഏറ്റവും വലിയ പ്രചാരണ ആയുധം. എന്നാൽ G. സുധാകരൻ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമോ എന്നതിലാണ് UDF-ന്റെ ആകാംക്ഷ. ഫോണിലൂടെയും അല്ലാതെയും നേതാക്കൾ ബന്ധപ്പെടുന്നുണ്ട്. വ്യക്തത വന്നാൽ UDF-ന്റെ പ്രഖ്യാപനമുണ്ടാകും. നിലവിൽ അമ്പലപ്പുഴയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെ അനുനയിപ്പിച്ച G. സുധാകരന്റെ വരവേൽപ്പിനായി തയ്യാറെടുക്കുകയാണ് UDF. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തനിക്കെതിരായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഗൂഢാലോചനയെന്ന് കടകംപള്ളി സുരേന്ദ്രൻ MLA. ഇതിനു പിന്നിൽ ആരെന്ന് പിന്നീട് വ്യക്തമാക്കുമെന്നും കടകംപള്ളി പറഞ്ഞു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിലടക്കം കടകംപള്ളിക്കെതിരായ ആരോപണങ്ങളിൽ പരിശോധനയ്ക്ക് തയ്യാറെടുക്കുകയാണ് പാർട്ടി എന്നാണ് സൂചന. ശബരിമല സ്വർണ്ണക്കടത്ത് കേസ് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളി സുരേന്ദ്രനെതിരെ DGPക്ക് നൽകിയ പരാതിയിലാണ് കടകംപള്ളി സുരേന്ദ്രൻ MLA വിശദീകരണം നൽകിയത്. പരാതി തനിക്കെതിരായ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. തന്നെ വ്യക്തിപരമായി അപമാനിക്കാനുള്ള ശ്രമമാണിത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തനിക്കും പാർട്ടിക്കുമുള്ള മേൽക്കൈ തകർക്കാനാണ് ശ്രമം. ഇതിനു പിന്നിൽ ആരാണെന്ന് പിന്നീട് വ്യക്തമാക്കാമെന്നും കടകംപള്ളി പറഞ്ഞു. എന്നെ അപമാനിക്കാൻ നമ്മുടെ സ്നേഹിതന്മാരിൽ ആരെങ്കിലും ഒരാൾ നടത്തിയ ഒരു നീചമായ ഗൂഢാലോചനയായിട്ട് മാത്രമേ പോറ്റിയുടെ ഈ പരാതിയെ എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. അത് ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോടിപ്പോൾ പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാം ആരായിരിക്കും പോറ്റിയെ കൊണ്ട് ഇത്തരമൊരു വ്യാജ പരാതി കൊടുപ്പിച്ചതിൻ്റെ പിന്നിലുള്ളത് എന്ന്. അതേസമയം കടകംപള്ളിക്കെതിരെ പോറ്റി നൽകിയ പരാതിയിൽ DGPയുടെ നിർദ്ദേശപ്രകാരം തുമ്പ പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. കടകംപള്ളി സുരേന്ദ്രനും പ്രതിഭയെന്ന സ്ത്രീയും ഗൂഢാലോചന നടത്തി തനിക്കെതിരെ ഭൂമി തട്ടിപ്പിന് പരാതി നൽകിയതായും തന്റെ ജയിൽ മോചനം തടയാനുള്ള ശ്രമമാണിതെന്നുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി DGPക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ A. പത്മകുമാറിനോട് വിശദീകരണം തേടി പാർട്ടി. തപാലിലൂടെയാണ് വിശദീകരണം ആവശ്യപ്പെട്ട് ജില്ലാ നേതൃത്വം നോട്ടീസ് നൽകിയത്. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയതിൽ വിശദീകരണം നൽകണമെന്നാണ് നോട്ടീസിന്റെ ഉള്ളടക്കം. വിശദീകരണം ലഭിച്ച ശേഷം നടപടിയിലേക്ക് കടക്കാനാണ് സാധ്യത. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച കേസിൽ 8ാം പ്രതിയായി A. പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ CPM കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം തന്നെ ഇത്തരമൊരു കേസിൽ പ്രതിയായത് വൻ അവമതിപ്പുണ്ടാക്കിയെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിശദീകരണം തേടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പത്മകുമാറിനെ പുറത്താക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിശദീകരണം ആവശ്യപ്പെട്ട് തപാൽ വഴി നോട്ടീസ് നൽകിയിരിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കെ കവർച്ചയ്ക്ക് നേതൃത്വം നൽകിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറിനുള്ള അടുത്ത ബന്ധമാണ് അന്വേഷണ സംഘം പ്രധാന തെളിവായി ചൂണ്ടിക്കാട്ടുന്നത്. പത്മകുമാറിന്റെ അറിവോടെയാണ് സ്വർണ്ണക്കവർച്ച നടന്നതെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഈ മൊഴികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യലും തുടർന്നുള്ള അറസ്റ്റും. നിലവിൽ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതിനെ തുടർന്ന് പത്മകുമാറിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചിട്ടുണ്ട്. എങ്കിലും പാർട്ടി തലത്തിൽ അച്ചടക്ക നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ്. പത്മകുമാർ നൽകുന്ന വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ അദ്ദേഹത്തെ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് CPM കടന്നേക്കും. അമൃത ന്യൂസ്, പത്തനംതിട്ട.
വിരമിക്കുന്നതിന് ഒരു വർഷം മുമ്പ് തന്നെ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കറെ ഇന്ത്യൻ ടീമിൽ നിന്ന് മാറ്റാൻ BCCI ശ്രമിച്ചിരുന്നു എന്ന് വെളിപ്പെടുത്തൽ. BCCI മുൻ ചീഫ് സെലക്ടർ സന്ദീപ് പട്ടേലിൻ്റെതാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. 2012 സച്ചിന്റെ മോശം ഫോമിനെ തുടർന്ന് പകരക്കാരനെ കണ്ടെത്താൻ BCCI സെലക്ഷൻ കമ്മിറ്റി ആലോചിച്ചിരുന്നു എന്ന് പാട്ടീൽ വ്യക്തമാക്കി. ഈ വിവരം നേരിട്ട് അറിയിച്ചപ്പോൾ സച്ചിൻ ഞെട്ടിപ്പോയെന്നും അതേയെന്ന് മറുപടി നൽകിയപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്നെ വിളിച്ച വിരമിക്കൽ തീരുമാനം അറിയിക്കുകയായിരുന്നുവെന്നും സന്ദീപ് പാട്ടീൽ പറഞ്ഞു. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.